അടിപൊളി സിനിമയാണ്, ഒരു രക്ഷയില്ല. ഇത് ലോകേഷ് കനകരാജിന്റെ ബ്രില്യന്റ് ഡയറക്ഷനാണ്. കാരണം രജനീകാന്തിനെ വെച്ച് ഇങ്ങനെ ഒരു സിനിമ ചെയ്യാന്നുള്ളത് നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചാണ്. കമലഹാസനെ വെച്ച് സിനിമ ചെയ്തു, ഇനി രജനീകാന്തിനെ വെച്ചൊരു സൂപ്പർ ഹിറ്റ് സിനിമ ഉണ്ടാക്കണമെന്ന് നമുക്കെല്ലാം പ്രതീക്ഷയുള്ളതാണ്. അതുപോലെ തന്നെ അദ്ദേഹം നിർമ്മിച്ച് ചെയ്തിരിക്കുകയാണ് സിനിമ. എന്തായാലും ഇത് സൂപ്പർ ഹിറ്റ് സിനിമ തന്നെയാണ്. പിന്നെ ഇതിന്റെ BGM എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാം, ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നടക്കുമ്പോൾ ആ ഒരു ഫീലാണ്. സെക്കൻഡ് ഹാഫിലേക്ക് കടന്നു കഴിയുമ്പോൾ ഫൈനല് അടിപൊളി മ്യൂസിക് കൊണ്ട് തകർത്തിരിക്കുകയാണ്. നമ്മൾ ധൈര്യമായിട്ട് കുടുംബസമേതം തിയേറ്ററിൽ വന്നിരുന്ന് എൻജോയ് ആയിട്ട് പോകാം. ഒരു തിയേറ്ററിൽ വന്ന് നമ്മൾ സിനിമ കാണുമ്പോൾ നമ്മളെന്താണ് ഫുൾ എന്റർടൈൻമെന്റ് ആണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. എന്റർടൈൻമെന്റ് തരുന്നുണ്ട്. ഈ 70-ാം വയസ്സിലും ഇദ്ദേഹം ഇത്രയും സ്ക്രീൻ പ്രസൻസ് കാത്തു സൂക്ഷിക്കുന്ന ഒരു നടൻ ഇന്ത്യയിൽ വേറെ ആരെങ്കിലും ഉണ്ട്? സൂപ്പർ സ്റ്റാർ എന്ന് എഴുതി വെച്ചുകൊണ്ട് അതേ ഫ്രെയിമിൽ അഭിനയിക്കുന്ന ഒരു സൂപ്പർ സ്റ്റാർ രജനി തന്നെയാണ്. സൂപ്പർ സ്റ്റാറിന്റെ മുകളിലാണ്. ഇനി ഒരു സൂപ്പർ സ്റ്റാർ പിറവി ഇല്ല, ഇവിടെ ഉണ്ടാവില്ല. കാരണം രജനീകാന്ത് അല്ലാതെ വേറെ ആരെ കൊണ്ട് പറ്റില്ല. പിന്നെ അഭിനയിച്ചിരിക്കുന്ന അമീർ ഖാൻ, ഉപേന്ദ്ര, സത്യരാജ്, പിന്നെ ശ്രുതി ഹാസൻ, സൗബിൻ ഷാഗീർ തുടങ്ങിയിട്ടുള്ള എല്ലാവരും നല്ല മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട്. അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. ഇനി സൗബിനെ ഇനി കേരളത്തിൽ കിട്ടുമെന്ന് എനിക്ക് പിടിച്ചാൽ കിട്ടില്ല. ഒരു പാൻ ഇന്ത്യൻ നടനായെന്നുള്ളത് വേറെ ലെവലാണ്. പോളി സാധനം ഞെരുപ്പ് കത്തി നീക്കും. ഞാൻ പറഞ്ഞല്ലോ, ഒരു യുദ്ധഭൂമി തകർത്തു പടം. നമ്മളൊരു യുദ്ധഭൂമിയിൽ നിൽക്കുന്ന അതേ ഫീല് തന്നെയാണ്. എന്തായാലും ഈ പടം ഹിറ്റാണ്.